ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി പരിചയപ്പെട്ടാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ കുക്കറിൽ, ഇത് നമ്മൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത്, ഒരു 2-3 വലിയ പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇത് ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നീളമുള്ള ഒരു പട്ട ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് വേണ്ട പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങും. അതിനുശേഷം മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവോള കട്ട് ചെയ്ത് അതിലിട്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. പിന്നെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് ചിക്കൻ പീസസിലേക്കൊക്കെ പിടിച്ച് വരാൻ വേണ്ടി പെട്ടെന്ന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിന് നമ്മൾ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് പൊട്ടറ്റോ ഇടാം. പൊട്ടറ്റോയുടെ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് പൊട്ടറ്റോയിലൊക്കെ ഈ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാകും. അതിൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ നമ്മൾ മെയിനായിട്ട് ഡിന്നറിനും അതുപോലെ ലഞ്ചിനും വേണ്ടിയാണ്, ചോറിന് വേണ്ടിയല്ല ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടറ്റോയും ഇതുമല്ല നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ ആഡ് ചെയ്യുമ്പം അത് നല്ലൊരിതാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതുകൊണ്ട് 2 വലിയ സ്പൂൺ ചില്ലി പൗഡർ. അതിന് കാണുന്ന പോലെ കളറേ ഉള്ളൂ, അത്രയും എരിവില്ല. എരിവുള്ളതാണ്, അതനുസരിച്ച് സ്പൂൺ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ജീരകപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ജീരക പൗഡറും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഗരം മസാല യൂസ് ചെയ്യാം. നമ്മൾ നോർമലി പട്ടയും അതുപോലെ പെരിഞ്ജീരകവും ചേർത്തുകൊണ്ടാണ് ഗരം മസാല സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കാഞ്ഞത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വാട്ടർ കണ്ടൻറ്റ് ഇറങ്ങും. പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണ്, അപ്പം ബാക്കി ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ചിക്കനകത്തു നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. എന്നാലും കുക്കർ ആയതുകൊണ്ട് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുമ്പം അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ചോറിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കുന്ന ചിക്കൻ ആയിരിക്കും, പെരളനായിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറ്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നർ റെസിപ്പീസ് നമ്മൾ റൈസ് ഒഴിവാക്കിക്കൊണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുക. ചില ദിവസങ്ങളിൽ മാത്രമേ റൈസ്, മടിയുള്ള ദിവസങ്ങളിൽ വേറൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിലേക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഒരു ക്യാപ്സിക്കം കൂടെ ലാസ്റ്റ് നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്. പൊട്ടറ്റോയും ക്യാപ്സിക്കവും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പം വാട്ടർ കണ്ടൻറ് ഉണ്ട് നമുക്ക്, അതുകൊണ്ട് ചിക്കനകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അടി പിടിച്ച് പോയിരിക്കാൻ 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വിസിൽ വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം തുറക്കുവാണ്. ഉണ്ടോ, വെള്ളം ആവശ്യത്തിന് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്യാപ്സിക്കത്തിൻ്റെയും അതുപോലെ നമ്മുടെ ബേ ലീഫിൻ്റെയും എല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് കളറ്, പക്ഷെ ഒരുപാട് എരിവൊന്നുമില്ല. നല്ല ചിക്കൻ കറി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്യണം.